വെൽക്കം ടു ഫാർമ ഫോക്കസ്. ഈ ചാനലിൽ ബി ഫാം ക്ലാസുകൾ മലയാളത്തിൽ ഈസിയായി എക്സ്പ്ലെയിൻ ചെയ്യുന്നു. സിലബസ് ബേസ്ഡ് എക്സ്പ്ലനേഷൻ ആണ്. ഇതുപോലത്തെ ഹെൽപ്ഫുൾ കണ്ടന്റ്സിന് വേണ്ടി പ്ലീസ് ഡു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ഇന്ന് നമ്മൾ ബി ഫാം സെക്കൻഡ് സെമസ്റ്റർ ഹ്യൂമൻ അനാട്ടമി ആൻഡ് ഫിസിയോളജിയിൽ നെർവസ് സിസ്റ്റം, ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആൻഡ് റിസപ്റ്റേഴ്സ് എന്ന രണ്ട് ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്? ഒരു നെർവ് ഫൈബറിൽ ഇമ്പൾസസ് സിനാപ്സ് വഴി ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മീഡിയേറ്റർ ആയിട്ട് ആക്ട് ചെയ്യുന്ന സബ്സ്റ്റൻസിനെയാണ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ന് പറയാം. ഇറ്റ് ഈസ് എ സബ്സ്റ്റൻസ് വിച്ച് ആക്ട് ആസ് എ മീഡിയേറ്റർ ഫോർ ട്രാൻസ്മിഷൻ ഓഫ് ഇമ്പൾസ് ഇൻ നെർവ് ഫൈബർ ത്രൂ സിനാപ്സ്. ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെ സിന്തസൈസ് ചെയ്യുന്നത് ന്യൂറോൺ ആണ്. ആക്സോൺ ടെർമിനലാണ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെ വെസിക്കിൾസിൽ സ്റ്റോർ ചെയ്യുന്നത്. സിനാപ്സിൽ എത്തിക്കഴിഞ്ഞാൽ അത് അനദർ ന്യൂറോൺ അല്ലെങ്കിൽ എഫക്റ്റർ ഓർഗനിലോട്ട് എത്തുന്നുണ്ട്. ഇതിൻ്റെ മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂറോണിൽ അത് അതിൻ്റെ ആക്ഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പോസ്റ്റ് സിനാപ്റ്റിക് പൊട്ടൻഷ്യലിന് അതിനെ റിലീസ് ചെയ്യാൻ പറ്റും. ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ബ്ലോക്ക്ഡ് ബൈ റീ അപ്ടേക്ക് എൻസൈമാറ്റിക് ഡീഗ്രഡേഷൻ ഡിഫ്യൂഷൻ മെക്കാനിസം. റീ അപ്ടേക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? വൺസ് Ca2+ കാരണം ഒരു സബ്സ്റ്റൻസ് റിലീസ് ആയിക്കഴിഞ്ഞാൽ പക്ഷേ അതെന്താ എനിമോർ അത് കൺവേർട്ട് ആവില്ല ആൻഡ് സെൽ ഇറ്റ് സെൽഫ് അതിനെ റീ അപ്ടേക്ക് ചെയ്യും. അതാണ് എക്സാമ്പിളാണ് അസറ്റൈൽ കോളിൻ. അതായത് Ca2+ കാരണം ഒരു സെല്ലിൽ നിന്ന് ഒരു സബ്സ്റ്റൻസ് റിലീസായി, പക്ഷെ അത് വേറെ ഒന്നുമായിട്ട് കൺവേർട്ട് ആവില്ല. സെല്ല് തന്നെ അതിനെ റീ അപ്ടേക്ക് ആക്കും, അതായത് സെല്ല് തന്നെ അതിനെ തിരിച്ചെടുക്കും. എക്സാമ്പിളാണ് അസറ്റൈൽ കോളിൻ. ഇതാണ് റീ അപ്ടേക്ക്. അപ്പോൾ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്താ നോക്കി, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കി. ഇനി അതിൻ്റെ ക്ലാസിഫിക്കേഷനാണ്. ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്ന് കെമിക്കൽ നേച്ചർ പ്രകാരം, ഫങ്ഷൻ നേച്ചർ പ്രകാരം. ഫങ്ഷൻ നേച്ചർ പ്രകാരം എക്സൈറ്റേറ്ററി ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഉണ്ട്, ഇൻഹിബിറ്ററി ഉണ്ട്. എക്സൈറ്റേറ്ററിൻ്റെ എക്സാമ്പിളാണ് ആസ്പാർട്ടേറ്റ്, ഗ്ലൂട്ടമേറ്റ്, ഗ്ലൈസിൻ. ഇൻഹിബിറ്ററിൻ്റെ എക്സാമ്പിളാണ് ഗാബ ആൻഡ് ഡോപ്പമീൻ. ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് നോക്കാം, ഡിഫറെൻറ്റ് ഡെറിവേറ്റീവ്സ് ആയിട്ട്. ഒന്ന് അമൈൻ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഉണ്ട്. എക്സാമ്പിളാണ് ഡോപ്പമിൻ, ഹിസ്റ്റമിൻ, 5-ഹൈഡ്രോക്സി ട്രിപ്റ്റമിൻ, അസറ്റൈൽ കോളിൻ, എപ്പിനെഫ്രിൻ. അമിനോ ആസിഡ് ഡെറിവേറ്റീവ്സ് ഓഫ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന് എക്സാമ്പിളാണ് ഗ്ലൈസിൻ, ഗ്ലൂട്ടമേറ്റ്, ആസ്പാർട്ടേറ്റ്, ഗാബ, ആൻജിയോടെൻസിൻ 2. പെപ്റ്റൈഡ് ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ്. ലോ മോളിക്യൂൾ ബട്ട് ഹൈ മോളിക്കുലർ വെയിറ്റ് ആണ്. എക്സാമ്പിൾ വാസോ ആക്റ്റീവ് ഇൻഡസ്റ്റൈനൽ പെപ്റ്റൈഡ് VIP, ന്യൂറോ പെപ്റ്റൈഡ്, വാസോപ്രസിൻ, ഓക്സിടോക്സിൻ. പ്യൂരിൻ ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ്. എക്സാമ്പിൾ ATP, അഡിനോസിൻ. ഗ്യാസ് ആണ് നൈട്രസ് ഓക്സൈഡ്. അപ്പോൾ ഇതൊക്കെയാണ് ഡിഫറെൻറ്റ് ഡെറിവേറ്റീവ്സ് ആയിട്ട് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൻ്റെ എക്സാമ്പിൾ. നമുക്ക് ഓരോന്നും ജസ്റ്റ് കുറച്ച് നോക്കാം. അസറ്റൈൽ കോളിൻ ACS എന്നാണ് അതിന് ഷോർട്ടായിട്ട് പറയുക. ഇത് CNSലും PNSലും പ്രസൻ്റ് ആയിരിക്കും. അതായത് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലും പെരിഫറൽ നെർവസ് സിസ്റ്റത്തിലും പ്രസൻ്റ് ആയിരിക്കും. CNSൻ്റെ കേസിൽ ബ്രെയിനിൽ അത് M1 ആൻഡ് NN റിസപ്റ്റേഴ്സിലാണ് ആക്ട് ചെയ്യുക. അതിൻ്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ മെമ്മറി, സ്റ്റോറേജ്, ലേണിംഗ് ഒക്കെയാണ്. ഇതിനെന്തെങ്കിലും ഡിസോർഡർ കാരണം ഉണ്ടാവുന്ന ഡിസീസാണ് അൽഷിമേഴ്സ് ഡിസീസ്. PNSൽ ഇപ്പോൾ CNSൻ്റെ കാര്യമാണ് പറഞ്ഞത്. PNSലാണെങ്കിൽ ഇത് ന്യൂറോ മസ്കുലർ ജംഗ്ഷനിലുള്ള മെയിൻ ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ്. ഓട്ടോണോമിക് നെർവസ് സിസ്റ്റത്തിലും ഇമ്പോർട്ടൻസ് ഉണ്ട്. അടുത്തത് ഡോപ്പമിൻ ആണ്. DA എന്നാണ് ഷോർട്ട് ഫോം ആയിട്ട് പറയുക. ഡോപ്പമിനർജിക് റിസപ്റ്റേഴ്സിലാണ് ആക്ട് ചെയ്യുക. D1 to D5 5 ഡോപ്പമിനർജിക് റിസപ്റ്റേഴ്സ് ആണുള്ളത്. അപ്പോൾ അതിലാണ് ഡോപ്പമിൻ ആക്ട് ചെയ്യുന്നത്. സബ്സ്റ്റാൻഷ്യ നൈഗ്രയിലാണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. സ്ട്രാറ്റം പാത്വേ വഴിയാണ്. ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ മൂവ്മെൻറ്റ്, ബിഹേവിയർ, റിവാർഡ്, ഇമോഷനൊക്കെയാണ് അതിൻ്റെ ഫങ്ഷൻസ്. ഇത് കാരണം ഉണ്ടാകുന്ന ഡിസീസാണ് പാർക്കിൻസൺസ് ഡിസീസ്. ഡോപ്പമിൻ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാകുന്നതാണ് പാർക്കിൻസൺസ് ഡിസീസ്. ഡോപ്പമിൻ എക്സസ് ആയിട്ടുണ്ടാകുന്നതാണ് സിഷോഫ്രീനിയ. ഇപ്പോൾ 2 ഡിസീസാണ് ഇതിലുള്ളത്, പാർക്കിൻസൺസ് ഡിസീസും സിഷോഫ്രീനിയും. ഒന്ന് ഡോപ്പമിൻ്റെ ഡെഫിഷ്യൻസി കാരണം, ഒന്ന് എക്സസ് കാരണമാണ്. അടുത്തതാണ് ഹിസ്റ്റമിൻ. ഹിസ്റ്റമിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ബാസോഫിൽസും മാസ്റ്റ് സെൽസും ആണ്. അതേപോലെ CNSലുള്ള ന്യൂറോൺസും ഹിസ്റ്റമിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. H1, H2, H3, H4 ആണ് റിസപ്റ്റേഴ്സ് വരുന്നത്. H1 ബ്രെയിനിലും സ്കിന്നിലുമാണ്. സെൻസറി ഫങ്ഷൻസ് ആണ് അതിനുള്ളത്. H2 ആണെങ്കിൽ സ്റ്റൊമക്കിലാണ്. ഗ്യാസ്ട്രിക് ആസിഡ് സെക്രീഷനാണ് ഹെൽപ്പ് ചെയ്യുക. ഫങ്ഷൻസ് മെയിനായിട്ട് അലർജി, പെയിൻ, ക്രിട്ടിക്കൽ തിങ്കിങ്, എയറോസോളിലൊക്കെയാണ് ഹിസ്റ്റമിൻ ആക്ട് ചെയ്യുക. അതിൻ്റെ മെയിൻ ഫങ്ഷൻസ്. അടുത്തത് സെറോട്ടോണിൻ ആണ്. അതിന് തന്നെ നമ്മൾ 5-ഹൈഡ്രോക്സി ട്രിപ്റ്റമിൻ, 5-HT എന്നൊക്കെ പറയുന്നുണ്ട്. CNSലാണ് പ്രൊഡ്യൂസ് ചെയ്യുക. GI ട്രാക്റ്റിലും സെറോട്ടോണിൻ പ്രസൻ്റ് ആണ്.
മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻ എന്താണ്? സ്ലീപ്പിനെ കൺട്രോൾ ചെയ്യും, മൂഡ്, അപ്പറ്റൈറ്റ്, ബിഹേവിയർ, പെയിനിലൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള ഫങ്ഷൻസ് ഉള്ളത്. ഡിസീസ് ആണ് ലോ സെറോട്ടോണിൻ ആണെങ്കിൽ ഡിപ്രഷനും ആൻസൈറ്റി ഒക്കെയാണ് കോസ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് മെയിൻ ആയിട്ടുള്ള ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്. അപ്പോൾ നമ്മൾ എന്താണ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും ക്ലാസിഫിക്കേഷനാണ് നോക്കിയത്. ഓരോ എക്സാമ്പിൾസും ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന് നോക്കിയിട്ടുണ്ട്. അടുത്തത് റിസപ്റ്റേഴ്സ് ആണ്. റിസപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അതിന് നമ്മൾ ബയോളജിക്കൽ ട്രാൻസ്ഡ്യൂസേഴ്സ് എന്നും പറയുന്നുണ്ട്. റിസപ്റ്റേഴ്സിൻ്റെ വേറൊരു പേരാണ് ബയോളജിക്കൽ ട്രാൻസ്ഡ്യൂസേഴ്സ്. ഒരു ട്രാൻസ്ഡ്യൂസർ എന്താ ചെയ്യുക? ഒരു ഫോം ഓഫ് എനർജീനെ വേറൊരു ഫോം ഓഫ് എനർജിയിലോട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ റിസപ്റ്റേഴ്സ് എന്ത് ചെയ്യും? ഒരു സ്റ്റിമുലൈനെ, അത് ലൈറ്റ് ആവാം, സൗണ്ട് ആവാം, കെമിക്കൽ ആവാം, പ്രഷർ ആവാം, ഒരു സ്റ്റിമുലൈനെ ഒരു നെർവ് ഇമ്പൾസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. അത് പിന്നീട് CNSലോട്ട് ട്രാൻസ്മിറ്റ് ചെയ്തിട്ട് ഫൈനലി റെസ്പോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇതാണ് റിസപ്റ്റേഴ്സിൻ്റെ മെയിൻ ഫംഗ്ഷൻ. പ്രോട്ടീൻ ഇൻ നേച്ചറാണ്. ഇത് അമിനോ ആസിഡ്സ് കൊണ്ടാണ് റിസപ്റ്റേഴ്സ് ഉണ്ടാക്കിയിരിക്കുന്നത്. പ്രോട്ടീൻ ഇൻ നേച്ചറാണ്. ടൈപ്സ് ഓഫ് റിസപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ബേസ്ഡ് ഓൺ കൈൻഡ് ഓഫ് സ്റ്റിമുലസ്. സ്റ്റിമുലസിൻ്റെ കൈൻഡ് അനുസരിച്ച് കീമോ റിസപ്റ്റേഴ്സ് ഉണ്ട്, മെക്കാനോ റിസപ്റ്റേഴ്സ്, ഫോട്ടോ റിസപ്റ്റേഴ്സ്, തെർമോ റിസപ്റ്റേഴ്സ്, നോസിസെപ്റ്റേഴ്സ്. ഫസ്റ്റ് വൺ കീമോ റിസപ്റ്റേഴ്സ്. കീമോ റിസപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ആ പേരും തന്നെ ഉണ്ട്, കീമോ, കെമിക്കൽ സബ്സ്റ്റൻസിനോട് റെസ്പോണ്ട് ചെയ്യുന്നതാണ് കീമോ റിസപ്റ്റേഴ്സ്. എക്സാമ്പിളാണ് ടേസ്റ്റ് റിസപ്റ്റേഴ്സ്, ഓൾഫാക്ടറി റിസപ്റ്റേഴ്സ്, അതായത് സ്മെല്ല്, നോസിൻ്റെ കേസാണ്. ബാരോ റിസപ്റ്റേഴ്സ് ഉണ്ട്, BP, വോളിയം റിസപ്റ്റേഴ്സ് ഉണ്ട്, ഫ്ലൂയിഡ് ബാലൻസ് ആണ്. അടുത്തത് മെക്കാനോ റിസപ്റ്റേഴ്സ് ഉണ്ട്. അത് ടച്ച്, വൈബ്രേഷൻ, സ്ട്രെച്ച്, പ്രഷറിനോടൊക്കെയാണ് റെസ്പോണ്ട് ചെയ്യുക. എക്സാമ്പിൾസ് ആണ് ടാക്ടൈൽ റിസപ്റ്റേഴ്സ് ഇൻ സ്കിൻ, ഹെയർ സെൽസ് ഇൻ ഇന്നർ ഇയർ. ഫോട്ടോ റിസപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഫോട്ടോ, ലൈറ്റ് റേസിനോടാണ് റെസ്പോണ്ട് ചെയ്യുക. ഐയിൽ, റെറ്റിനയിലാണ് പ്രസൻ്റ് ആയിട്ട് ഉണ്ടാവുക. മെയിനായിട്ട് റോഡ്സിലും കോൺസിലും ആണ് ഫോട്ടോ റിസപ്റ്റേഴ്സ് പ്രസൻ്റ് ആയിട്ട് ഉണ്ടാവുക. തെർമോ റിസപ്റ്റേഴ്സ് എന്താ? ടെമ്പറേച്ചർ ചേഞ്ചസിനോടാണ് റെസ്പോണ്ട് ചെയ്യുക. സ്കിന്നിലും ഹൈപ്പോതലാമസിലും പ്രസൻ്റ് ആയിരിക്കും. അതിൻ്റെ ടൈപ്സ് ആണ് കോൾഡ് റിസപ്റ്റേഴ്സ് ഉണ്ട്, വാം റിസപ്റ്റേഴ്സ് ഉണ്ട്. അത് ബോഡി ടെമ്പറേച്ചറിനെ റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്. അടുത്തത് നോസിസെപ്റ്റേഴ്സ് ആണ്. നോസിസെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ പെയിൻഫുൾ സ്റ്റിമുലൈനോടാണ് റെസ്പോണ്ട് ചെയ്യുക. മോസ്റ്റ് പാർട്ട് ഓഫ് ദ ബോഡിയിലും പ്രസൻ്റ് ആയിരിക്കും എക്സെപ്റ്റ് CNS. ഇതാണ് ബേസ്ഡ് ഓൺ കൈൻഡ് ഓഫ് സ്റ്റിമുലൈ. ബേസ്ഡ് ഓൺ ലൊക്കേഷൻ രണ്ട് ടൈപ്പാണുള്ളത്. എക്സ്ട്രോസെപ്റ്റേഴ്സും ഉണ്ട്, ഇൻട്രോസെപ്റ്റേഴ്സും ഉണ്ട്. എക്സ്ട്രോസെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്റ്റേണൽ സ്റ്റിമുലൈനെയാണ് ഡിറ്റക്ട് ചെയ്യുന്നത്. അതിൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടച്ച്, പ്രഷർ, പെയിൻ, ടെമ്പറേച്ചർ, വിഷൻ, ഹിയറിംഗ്, സ്മെൽ, ടേസ്റ്റ്. ഇതിൻ്റെയൊക്കെ സെൻസാണ് മെയിനായിട്ട് എക്സ്ട്രോസെപ്റ്റേഴ്സിൻ്റെ ഫങ്ഷൻസ്. ലൊക്കേഷനായിട്ട് വരുന്നത് സ്കിന്നിലും ഐസ്, ഇയേഴ്സ്, നോസ്, ടങ്സിലൊക്കെയാണ് ഇതിൻ്റെ ലൊക്കേഷൻ വരിക. ഇൻട്രോസെപ്റ്റേഴ്സ് ഉണ്ട്. അതിന് നമ്മൾ വിസറോസെപ്റ്റേഴ്സ് എന്നും പറയും. അത് ഇൻറ്റേർണൽ സ്റ്റിമുലൈനെയാണ് ഡിറ്റക്ട് ചെയ്യുന്നത്. ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ GITൻ്റെ റെഗുലേഷൻ, കാർഡിയോവാസ്കുലർ സിസ്റ്റം, റെസ്പിറേറ്ററി സിസ്റ്റത്തിൻ്റെയൊക്കെ റെഗുലേഷനാണ്. എക്സാമ്പിൾസ് ആണ് റിസപ്റ്റേഴ്സ് ഫോർ BP, ബ്ലഡ് ഓക്സിജൻ, ഓസ്മോളാരിറ്റി. അപ്പോൾ ബേസ്ഡ് ഓൺ ലൊക്കേഷൻ എക്സ്ട്രോസെപ്റ്റേഴ്സും ഉണ്ട്, ഇൻട്രോസെപ്റ്റേഴ്സും ഉണ്ട്. ഇനി റിസപ്റ്റേഴ്സ് ഓഫ് ANS. ഓട്ടോണോമിക് നെർവസ് സിസ്റ്റത്തിലെ റിസപ്റ്റേഴ്സ് ഏതൊക്കെയാണ്? പാരാസിമ്പതറ്റിക് ഓർ കോളിനർജിക് റിസപ്റ്റേഴ്സും ഉണ്ട്, സിമ്പതറ്റിക് ഓർ അഡ്രിനർജിക് റിസപ്റ്റേഴ്സും ഉണ്ട്. കോളിനർജിക് റിസപ്റ്റേഴ്സിൽ തന്നെ രണ്ട് ടൈപ്പ് റിസപ്റ്റേഴ്സാണ് ഉള്ളത്. നിക്കോട്ടിനിക് റിസപ്റ്റേഴ്സും ഉണ്ട്, മസ്കാർണിക് റിസപ്റ്റേഴ്സും ഉണ്ട്. നിക്കോട്ടിനിക് റിസപ്റ്റേഴ്സിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. NM റിസപ്റ്റേഴ്സും ഉണ്ട്, NN റിസപ്റ്റേഴ്സും ഉണ്ട്. NM റിസപ്റ്റേഴ്സ് ആണെങ്കിൽ സ്കെലറ്റൽ മസിൽസിലും, NN റിസപ്റ്റേഴ്സ് ഗാംഗ്ലിയയിലും ആയിരിക്കും പ്രസൻ്റ് ആയിട്ട് ഉണ്ടാവുക. മസ്കാർണിക് റിസപ്റ്റേഴ്സ് 5 ടൈപ്പാണുള്ളത്. മസ്കാർണിക് റിസപ്റ്റേഴ്സ് 5 ടൈപ്പ് ഉണ്ട്. M1, M2, M3, M4, M5. അതിൽ M1 CNSലും GITയിലും, M2 ഹാർട്ട്, ഇൻഡസ്റ്റൈനൽ, സ്മൂത്ത് മസിൽസ്, M3 സ്മൂത്ത് മസിൽസിലും ബ്ലഡ് കാപ്പിലറീസിലും, M4 CNSലും ലങ്സിലും, M5 ലങ്സ്, കിഡ്നി, ലിവറിലൊക്കെയാണ് പ്രസൻ്റ് ആയിട്ടുണ്ടാവുക. ഇതാണ് നിക്കോട്ടിനിക് റിസപ്റ്റേഴ്സും മസ്കാർണിക് റിസപ്റ്റേഴ്സും. അടുത്തത് സിമ്പതറ്റിക് റിസപ്റ്റേഴ്സ് ആണ്. സിമ്പതറ്റിക് റിസപ്റ്റേഴ്സ് ഏതൊക്കെയാണ്? അസെറ്റാൽകോളിൻ, അഡ്രിനാലിൻ, നോർ അഡ്രിനാലിനാണ്. ഈ റിസപ്റ്റേഴ്സിന് ജസ്റ്റ് ടൈപ്സ് ഒക്കെ നോക്കി വെച്ചോളട്ടെ. ചിലപ്പോൾ 2 മാർക്കിൽ എടുത്ത് ചോദിക്കാനുള്ള ചാൻസും ഉണ്ട്. ഇങ്ങനെ ഉള്ളിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാനുള്ള ചാൻസും ഉണ്ട്. അതാണ് സിമ്പതറ്റിക് റിസപ്റ്റേഴ്സ്. ഇനി അഡ്രിനർജിക് റിസപ്റ്റേഴ്സ് 2 ടൈപ്പാണുള്ളത്. ആൽഫ റിസപ്റ്റേഴ്സും ഉണ്ട്, ബീറ്റ റിസപ്റ്റേഴ്സും ഉണ്ട്. അതിൽ അഡ്രിനർജിക് റിസപ്റ്റേഴ്സിൽ ആൽഫ റിസപ്റ്റേഴ്സ് ആണ് ആൽഫ 1, ആൽഫ 2. ആൽഫ 1 എന്ന് പറഞ്ഞാൽ ജെനിറ്റോ യൂറിനറി ട്രാക്ട്, ലിവർ, ഇൻഡസ്റ്റൈനൽ, സ്മൂത്ത് മസിൽസിലൊക്കെയാണ് ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ടാവുക. ആൽഫ 2 ആണെങ്കിൽ പ്ലേറ്റ്ലെറ്റ്സിലും, ബീറ്റ സെൽസ് ഓഫ് പാൻക്രിയാസ്, വാസ്കുലർ, സ്മൂത്ത് മസിൽസിലാണ് പ്രസൻ്റ് ആയിട്ടുണ്ടാവുക.
ബീറ്റ റിസപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ബീറ്റ 1, ബീറ്റ 2, ബീറ്റ 3 ആണുള്ളത്. ബീറ്റ 1 ഹാർട്ടിലും കിഡ്നിയിലും, ബീറ്റ 2 റെസ്പിറേറ്ററി സിസ്റ്റം, വാസ്കുലർ സ്മൂത്ത് മസിൽ, ജെനിറ്റോ യൂറിനറി ട്രാക്ട്. ബീറ്റ 3 ആണെങ്കിൽ അഡിപ്പോസ് ടിഷ്യൂലാണ് പ്രസൻ്റ് ആയിട്ട് ഉണ്ടാവുക. അപ്പോൾ ഇതാണ് അഡ്രിനർജിക് റിസപ്റ്റേഴ്സ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിലും റിസപ്റ്റേഴ്സിൻ്റെ കേസിലും പഠിക്കാനുള്ളത്. ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൻ്റെ ഇൻട്രൊഡക്ഷനും ക്യാരക്ടറിസ്റ്റിക്സും ക്ലാസിഫിക്കേഷൻ നോക്കി, എക്സാമ്പിൾസ് നോക്കി. റിസപ്റ്റേഴ്സ്, ടൈപ്സ് ഓഫ് റിസപ്റ്റേഴ്സ്, അത് തന്നെ ബേസ്ഡ് ഓൺ കൈൻഡ് ഓഫ് സ്റ്റിമുലസ്, കീമോ റിസപ്റ്റേഴ്സ്, മെക്കാനോ റിസപ്റ്റേഴ്സ്, ഫോട്ടോ റിസപ്റ്റേഴ്സ്, തെർമോ റിസപ്റ്റേഴ്സ്, നോസിസെപ്റ്റേഴ്സ്. ബേസ്ഡ് ഓൺ ലൊക്കേഷൻ എക്സ്ട്രോസെപ്റ്റേഴ്സും ഇൻട്രോസെപ്റ്റേഴ്സും. ഇനി റിസപ്റ്റേഴ്സ് ഓഫ് ANSൽ കൊളിനർജിക് റിസപ്റ്റേഴ്സും ഉണ്ട്, അഡ്നർജിക് റിസപ്റ്റേഴ്സ് ഉണ്ട്. കൊളിനർജിക് റിസപ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ടൈപ്പ് ഓഫ് റിസപ്റ്റേഴ്സ്, നിക്കോട്ടിനിക് റിസപ്റ്റേഴ്സും ഉണ്ട്, മസ്കാർണിക് റിസപ്റ്റേഴ്സ് ഉണ്ട്. നിക്കോട്ടിനിക്കിൽ NMഉം NNഉം, മസ്കാർണിക് M1 മുതൽ M5 വരെയാണ്. സിമ്പതറ്റിക് റിസപ്റ്റേഴ്സ് അല്ലെങ്കിൽ അഡ്നർജിക് റിസപ്റ്റേഴ്സിൽ അസെറ്റൽകോളിൻ, അഡ്രിനാലിൻ, നോർ അഡ്രിനാലിനാണ് എക്സാമ്പിൾ വരുന്നത്. അഡ്നർജിക് റിസപ്റ്റേഴ്സ് 2 ടൈപ്പ് ഉണ്ട്, ആൽഫ റിസപ്റ്റേഴ്സും ബീറ്റ റിസപ്റ്റേഴ്സും. അതിൽ ആൽഫയിൽ ആൽഫ 1ഉം ആൽഫ 2ഉം, ബീറ്റയിൽ ബീറ്റ 1, ബീറ്റ 2, ബീറ്റ 3. ഇത്രയും റിസപ്റ്റേഴ്സാണ് നമുക്ക് നെർവസ് സിസ്റ്റത്തിൽ ഉള്ളത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ നോട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം, വേണ്ടവർ ജസ്റ്റ് ഒന്ന് കയറി ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് അടുത്തൊരു ടോപ്പിക്കായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. അൺടിൽ ദെൻ ഹാപ്പി ലേണിംഗ്.